If you have a sibling, you can definitely relate. ഇപ്പം നമ്മൾ മുമ്പത്തെ ആൽബം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളുടെ ഒരു ഫോട്ടോ പോലും ഉണ്ടാവില്ല. They owns the album and it seems like we never existed. ആക്ച്വലി നമ്മൾ അവർ ചെയ്യുന്ന എല്ലാം കോപ്പി അടിക്കും. എല്ലാം അവരുടെ ഡ്രസ്സ്, അവരുടെ ബുക്ക്, അവരുടെ പേന, അവരുടെ ഫോണ്, എല്ലാ സാധനങ്ങളും കോപ്പി അടിക്കും. പക്ഷെ നമ്മൾ അംഗീകരിക്കരുത്. ബേബി ഞാൻ അത് അംഗീകരിച്ചിടത്ത് നിങ്ങളൊന്നും കാണാൻ പോകില്ല. ഞാൻ അംഗീകരിക്കാൻ പോകില്ല. അതുപോലെ ഒരു കാലത്ത് നമ്മുടെ ഏറ്റവും നല്ല എനിമിയായിരുന്നു നമ്മുടെ സിബിയൻ. ലൈക്ക് ഒരു കാര്യം പറയാൻ പറ്റില്ല. അപ്പം അടുത്ത് ഉസാസിൻ്റെ എമ്പഴും ചെവിയിലെത്തും. പക്ഷെ എന്താ അറിയില്ല, ഇപ്പോൾ വന്നുകൊന്ന് എല്ലാ സീക്രട്ടും പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫ്രണ്ടായി. മുമ്പ് ഇഷ്ടമല്ലായിരുന്നു, ഒരു താല്പര്യമില്ലായിരുന്നു സംസാരിക്കാൻ. പക്ഷെ ഇപ്പോൾ എവിടെയോ വെച്ച് ജീവിതത്തിലെ ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്കവരെ ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. നമുക്ക് എന്തും പറയാം, നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ഇപ്പോൾ. അതുപോലെ സിബ്ലിംഗ് ഉണ്ടോ എന്നാൽ നമുക്കെല്ലാം സെക്കൻഡ് ഹാൻഡേ കിട്ടുള്ളൂ. അവരുടെ ഡ്രസ്സ്, അവർക്കെടുത്ത ഡ്രസ്സ് അവർക്ക് പാകതവും നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ അടിച്ചു മാറ്റും. അവരുടെ ബാഗ് അടുത്തോളം അവർക്ക് ഈക്വൽ കിട്ടിയ ബാഗ് നമുക്ക് അടുത്തോളം കിട്ടും. അവരുടെ ഫോണ്, അങ്ങനെ എല്ലാം സെക്കൻഡ് ഹാൻഡ് സംഭവങ്ങൾ മാത്രം. അവൻ്റെ അച്ഛനോട് അമ്മോടും മാത്രം സമ്മതം മേടിച്ചിട്ട് പോകേണ്ടിയിരുന്ന നമ്മൾ ഇപ്പം ചേട്ടനോട് ചേച്ചി ഒരൊറ്റ സമ്മതം മേടിച്ച് കഴിഞ്ഞാൽ അമ്മയച്ഛൻ സമ്മതിച്ചല്ലോ, അവർ സമ്മതിച്ച് കഴിഞ്ഞ് പോകാൻ പറ്റാതിരിക്കുമ്പോൾ അവരെ കൺവിൻസ് ചെയ്ത് പോകേണ്ട അവസ്ഥയൊക്കെ. അതുപോലെ അമ്മ അച്ഛനും ചെയ്ത് പറയുമ്പോൾ നമുക്ക് വേണ്ടി വാദിക്കാൻ ലോയർ അല്ലാത്തൊരു ലോയറിനെ നമുക്ക് കിട്ടും. അൺപ്രൊഫഷണലായ ഒരു ലോയറാണ് നിങ്ങൾക്ക് ചേട്ടനോ ചേച്ചിയോ ഉണ്ടെങ്കിൽ കിട്ടാനുള്ളത്. ആക്ച്വലി ദാറ്റ്സ് എ ബെനിഫിറ്റ്. നമുക്ക് വേണ്ടി വാദിക്കാൻ, നമുക്ക് വേണ്ടി സൈഡിൽ നിൽക്കാൻ. റൈറ്റ്? കേട്ടല്ലേ? If you have a sibling, send it to them and just say താങ്ക് യു ഒന്നും പ്രതീക്ഷിക്കണ്ട, ഇതൊക്കെ നിങ്ങളുടെ കടമയാണ്.